ഹലോ എവരിവൺ, വെൽക്കം ടു CGK ലെക്ചേഴ്സ്. CGK ലെക്ചേഴ്സ് എന്ന ഈ ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഈ ചാനലിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് +1 +2 കെമിസ്ട്രി സിലബസ് ആണ്. +1 +2 കെമിസ്ട്രിയുടെ എല്ലാ ചാപ്റ്റേഴ്സും അതിലെ പ്രോബ്ലംസ് ഈ ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈസി ആയിട്ട് കെമിസ്ട്രി പഠിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം ഫോളോ ചെയ്യുക. സോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ +2ൻ്റെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇലക്ട്രോ കെമിസ്ട്രി. അപ്പോൾ ഈ ഒരു ടേമിലുണ്ട് രണ്ട് ടേംസ് ആണ്. ഇത് ഫസ്റ്റ് ഇലക്ട്രോ എന്നൊരു ടേമുണ്ട്, കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു രണ്ടാമത്തെ ടേമുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന രണ്ട് ടേമിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് അല്ലേ, ഇലക്ട്രോയുടെയും കെമിസ്ട്രിയുടെയും. അപ്പോൾ ഇലക്ട്രോ എന്തിന് കറസ്പോണ്ട് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇലക്ട്രിക്കൽ എനർജിയാണ് സൂചിപ്പിക്കുന്നത്, ഇലക്ട്രിക്കൽ എനർജിയെ. കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ കെമിക്കൽ എനർജിയാണ് സൂചിപ്പിക്കുന്നത്, കെമിക്കൽ എനർജിയെ. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ഈ ടേമിൽ എന്തുണ്ട്, ഇലക്ട്രിക്കൽ എനർജി ഉണ്ട്, അതേപോലെ തന്നെ കെമിക്കൽ എനർജി ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്? ഒരു ഇലക്ട്രിക്കൽ എനർജിയുടെയും കെമിക്കൽ എനർജിയുടെയും കൺവേർഷൻസ് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൺവേർഷൻസിനെ പറ്റി പഠിക്കുന്ന കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ച് ആണ് എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഡെഫിനിഷൻ എങ്ങനെ കൊടുക്കാം? ഇലക്ട്രോ കെമിസ്ട്രിക്ക് നമുക്ക് എങ്ങനെ ഡെഫിനിഷൻ കൊടുക്കാം? Electrochemistry is the branch of chemistry that deals with the study of electrical energy and chemical energy and their interconversions. Electrical energy chemical energy conversions ne പറ്റി പഠിക്കുന്ന കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ച് ആണ് എന്ത്, ഇലക്ട്രോ കെമിസ്ട്രി. ഇനി നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ ഇലക്ട്രോ കെമിസ്ട്രി എന്നൊരു ടൈം അല്ലേ, അതിന്റെ എന്തുകൊണ്ടെന്ന് പറഞ്ഞു, ഇലക്ട്രിക്കൽ എനർജി ഉണ്ട്, കെമിക്കൽ എനർജി ഉണ്ട്, അവരുടെ കൺവേർഷൻസ് ആണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞത് അല്ലേ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചാപ്റ്റർ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത് ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളെ പറ്റിയാണ്. ഇലക്ട്രോ കെമിക്കൽ സെൽ. അപ്പൊ എന്താണ് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മുടെ ചുറ്റുപാടും നമ്മൾ എന്തൊക്കെ തരത്തിലാണ് ഈ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുപാട് നമ്മൾ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോ കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് കാണാറുണ്ട്. അല്ല, ഒന്നാമത്തെ ഒരു ടൈപ്പ് സെല്ലാണ് ഡ്രൈ സെൽ എന്ന് വിളിക്കുന്നത്. എന്താണ് ഡ്രൈ സെൽ? ഡ്രൈ സെൽ എന്താണ്? നമുക്കറിയാം, നമ്മുടെ ടോർച്ചിൽ, നമ്മുടെ TV-യിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു തരം ബാറ്ററി ഉണ്ടല്ലേ, നമ്മുടെ വാളിലൊക്കെ ക്ലോക്കുകളിലൊക്കെ ഇടുന്ന ഒരു ടൈപ്പ് ബാറ്ററീസ് ഉണ്ട്. ആ ബാറ്ററിയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡ്രൈ സെൽ എന്ന് പറയുന്നത്. ഒരു വട്ടം യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് വീണ്ടും അവർ എന്ത് ചെയ്യാൻ പറ്റില്ല, റീയൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ബാറ്ററിയാണ് എന്ത് ചെയ്യുന്നത്, ഡ്രൈ സെൽ എന്ന് വിളിക്കുന്നത്. ഒരു രണ്ടാമത്തെ ടൈപ്പ് ബാറ്ററിയാണ് നമ്മൾ മെർക്കുറി സെൽ എന്ന് വിളിക്കുന്നത്. എന്താ മെർക്കുറി സെൽ? എന്താണ് മെർക്കുറി സെൽ? അതായത് നമുക്കറിയാം, നമ്മളൊരു റൗണ്ട് ബട്ടൺ ഷേപ്പിലൊക്കെ കാണപ്പെടും നമ്മുടെ കാൽക്കുലേറ്റേഴ്സ്, അതേപോലെ എന്തിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്, നമ്മുടെ വാച്ചസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കളറുള്ള ഒരു റൗണ്ട് ഷേപ്പിലുള്ള സെല്ലാണ് എന്ത്, മെർക്കുറി സെൽ. ഓക്കെ, ഇവരെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടൈം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഇവരെ നമ്മൾ എന്ത് ചെയ്തില്ല, റീചാർജ് ചെയ്യാൻ പറ്റത്തില്ല. ഇത്തിരി ഒരു അഡ്വാൻസ് ലെവലിൽ നമ്മൾ ചിന്തിച്ചറിയാം, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മൊബൈൽ ഫോൺസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു തരം ബാറ്ററീസ് ഇല്ല, അതെന്താണ്, ലിഥിയം അയോൺ ബാറ്ററീസ് ആണല്ലേ, ലിഥിയം അയോൺ ബാറ്ററീസ്. ഇപ്പൊ ഇവരെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ബാറ്ററി ആണല്ലേ. നാലാമത്തെ ഏതാണ്? ഇത്തിരി ഒരു അഡ്വാൻസ് ആയിട്ട് ലെവലിൽ നമ്മൾ ചിന്തിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ കാറിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു തരം ബാറ്ററി ഉണ്ട് അല്ലേ, എന്താ, നമ്മുടെ ലെഡ് സ്റ്റോറേജ് ബാറ്ററി. അതായത് കുട്ടികളിലേക്ക് ഇപ്പോൾ ഉള്ള ടോയ്സിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടൈപ്പ് ബാറ്ററീസ് കാണാൻ പറ്റും, ലെഡ് സ്റ്റോറേജ് ബാറ്ററീസ്. ഇവർ രണ്ടും എന്ത് ചെയ്യാം, നമുക്ക് റീചാർജ് ചെയ്യാവുന്ന ബാറ്ററീസ് ആണല്ലേ. ഇവരെ രണ്ടുപേരും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ നമ്മുടെ ചുറ്റുപാട് എന്തും നമ്മൾ ഒരുപാട് തരത്തിലുള്ള ബാറ്ററീസ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. അപ്പൊ ഇവരെല്ലാം പ്രത്യേകത എന്താണ്, ഇവരെല്ലാം മാൻമെയ്ഡ് ബാറ്ററീസ് ആണ്. എന്താണ് മാൻമെയ്ഡ് ബാറ്ററീസ് ആണ്, അതായത് മനുഷ്യ നിർമ്മിതമായ ബാറ്ററീസ് ആണ് അല്ലേ. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ മനുഷ്യര് ഏതൊരു കാര്യം കണ്ടുപിടിച്ചാലും നമ്മൾ ആരെ നോക്കിയാണ് കണ്ടുപിടിക്കുന്നത്, നമ്മുടെ പ്രകൃതിയെ നോക്കിയാണ് കണ്ടുപിടിക്കുന്നത്. അതായത് പ്രകൃതിയിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, പ്രകൃതി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു സെല്ലൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇതൊക്കെ 1800 കാലഘട്ടങ്ങളിൽ കണ്ടുപിടിച്ച പലതരത്തിലുള്ള സെല്ലുകളാണ് കേട്ടോ. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിന് മുമ്പേ എന്തുകൊണ്ട്, പ്രകൃതി അവരുടേതായ പുതിയ പുതിയ സെല്ലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രകൃതിക്കുണ്ട്. എന്താ അതിനൊരു ഉദാഹരണമാണ് നമ്മളെ ബയോളജിക്കൽ ബാറ്ററീസ് എന്ന് വിളിക്കാൻ കേട്ടോ, ബയോളജിക്കൽ ബാറ്ററീസ്. അതായത് പ്രകൃതി നിർമ്മിതമായ ബാറ്ററീസ്. അതായത് നമുക്ക് അറിയാൻ പറ്റും, ഏകദേശം ഒരു 350 സ്പീഷീസ്, കടലിൽ കാണുന്ന ഏകദേശം ഒരു 350 സ്പീഷീസ് മത്സ്യങ്ങൾക്ക് എന്തിന്റെ കഴിവുണ്ട്, ഒരു ബാറ്ററി ആയിട്ട് ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു മത്സ്യമാണ് ഇലക്ട്രിക് ഈൽ എന്ന് വിളിക്കുന്നത്. എന്താണ് ഇലക്ട്രിക് ഈൽ? ഇത് ആമസോൺ നദികളിലൊക്കെ കാണപ്പെടുന്ന ഒരു തരത്തിലുള്ള ഒരു മീനാണിത്, ഇലക്ട്രിക് ഈൽ എന്ന് പറയുന്ന മത്സ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത, ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 860 വോൾട്ട് കറണ്ട് വരെ എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആർക്ക്? ഇലക്ട്രിക് ഈലുകൾക്ക്.
അപ്പൊ ഈ ഇലക്ട്രിക് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കാണപ്പെടുന്ന മുഷി എന്ന് പറയുന്ന ഒരു മീനുണ്ട് അല്ലെ, രണ്ട് കൊമ്പൊക്കെയുള്ള മുഷി എന്ന് പറയുന്ന ഒരു മീനുണ്ട്. ആ മീനിന്റെ ഒരു സ്പീഷീസിൽ വരുന്നതാണ് എന്ത് ഇലക്ട്രിക് ഈലുകൾ എന്ന് പറയുന്ന മീൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് എന്തുകൊണ്ട് 860 വോൾട്ട്, അതായത് ഒരു മനുഷ്യന്റെ പേശികളെ തളർത്താനുള്ള കഴിവ് ആർക്കുണ്ട്? ഈ ഇലക്ട്രിക് ഈൽ എന്ന മത്സ്യത്തിനുണ്ട്. അപ്പൊ ഇവരെങ്ങനെയാണ് ഈ ഒരു ബാറ്ററി ആയിട്ട് ആക്ട് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇവർ നമ്മുടെ ഇലക്ട്രിക് ഈലിന്റെ സ്ട്രക്ചർ, ഓക്കെ, ഇത് കറക്റ്റ് ഒരു മത്സ്യത്തിന്റെ സ്ട്രക്ചർ ഒന്നും അല്ല, ഇലക്ട്രിക് ഈലിന്റെ സ്ട്രക്ചർ ഒന്നും അല്ല, എങ്കിലും നമ്മൾ നോക്കുക ഇത് ഇലക്ട്രിക് ഈലായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ഇതിന് പ്രധാനമായിട്ട് ഇതിന്റെ ബോഡിയിൽ 3 തരത്തിലുള്ള ഓർഗൻസ് ആണുള്ളത്. ഓക്കെ, 3 ഓർഗൻസ് ആണുള്ളത്. അപ്പൊ ഈ ഓർഗൻസ് എന്ന് വെച്ചാൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് സെല്ലുകളുണ്ട്. ഓക്കെ, ആ സെല്ലുകളെ നമ്മൾ ഇലക്ട്രോസൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് ഇലക്ട്രോസൈറ്റ്സ്? ഇവരുടെ ബോഡിയിലുള്ള ഈ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെല്ല് നമ്മൾ ഇലക്ട്രോസൈറ്റ്സ് എന്ന് വിളിക്കും. ഇവർ ഡിസ്ക് ഷേപ്പിലുള്ള സെല്ലാണ്. ഇവരിങ്ങനെ ഒരു ഡിസ്ക് ഷേപ്പ്, നമ്മുടെ പപ്പടമൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഒരു ഡിസ്ക് ഷേപ്പിലുള്ള എന്താണ് ഒരു സെല്ലാണ് എന്ത് ഈ ഇലക്ട്രോസൈറ്റ്സ് എന്ന് പറയുന്ന സെല്ല്. അപ്പൊ നമ്മൾ നോക്കാം, ഈ ഒരു സെല്ല് നമ്മൾ 2 സെല്ല് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഇതിൽ ഒരു 2 സെല്ല് നമ്മൾ എടുക്കുകയാണെങ്കിൽ, അത് 2 കോശങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇത് ഒരെണ്ണം അടുത്ത് ഒരെണ്ണം എടുത്തു. ഓക്കെ, ഒരു നോർമൽ സ്റ്റേറ്റിൽ ഈ മത്സ്യം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിന്റെ ഈ സെല്ല് എന്ത് ചെയ്യും? Na+ അയോൺസിനെയും K+ അയോൺസ്, അതായത് സോഡിയം അയോൺസിനെയും പൊട്ടാസ്യം അയോൺസിനെ എന്ത് ചെയ്യും? അതിന്റെ ഈ സെല്ലിൽ നിന്നത് പുറത്തേക്ക് എന്ത് ചെയ്യും? പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഇതിന്റെ അകത്തപ്പോൾ എന്ത് കൂടും? നെഗറ്റീവ് ചാർജ് കൂടും അല്ലേ? കാരണം എന്താണ്, ഇത് പുറത്തേക്ക് പോസിറ്റീവ് ചാർജിനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളറിയാം, ഇതിന് എപ്പോഴാണോ ഇതിന് ഈ എന്ത് ചെയ്യുക ഇലക്ട്രിക് സിഗ്നലുകൾ ആവശ്യമുള്ളത്, സപ്പോസ് എന്ത് ചെയ്യുക, അതിന്റെ ഇരയെ പിടിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഇവർക്ക് നാവിഗേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇവർക്ക് കടലിനടിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു അവസരം എന്ത് ചെയ്യും? ഇവർക്ക് എന്ത് ചെയ്യണം? ഇലക്ട്രിസിറ്റി ആവശ്യമുണ്ട്. കാരണം അവർ അത് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോസൈറ്റ് സെല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവർ ഈ നാവിഗേറ്റ് ചെയ്യുകയും അതേപോലെ എന്ത് ഇര പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ എപ്പോഴാണ് ഇവർക്ക് ആവശ്യമുള്ളത്, അപ്പൊ ഇവരുടെ ബ്രെയിൻ എന്ത് ചെയ്യും? ഇവരുടെ ബ്രെയിൻ ഒരു സിഗ്നൽ കൊടുക്കും. അപ്പൊ നിങ്ങൾക്കറിയാം, ഈ മത്സ്യത്തിന്റെ ദേഹത്ത് എന്തുകൊണ്ട്? ധാരാളം നെർവ് സിസ്റ്റം അല്ലേ, മൊത്തം ഒരു നെർവ് സിസ്റ്റം ആണ്. അപ്പൊ ഇതിന് ധാരാളം ന്യൂറൽ ടിഷ്യൂസ് ഉണ്ട് അല്ലേ. അപ്പൊ ഇവര് ബ്രെയിനിൽ സിഗ്നൽ കൊടുക്കുമ്പോൾ ഈ സിഗ്നൽ ഇതിലൂടെ പോകും, ഈ നെർവ് സിസ്റ്റത്തിലൂടെ പോയിട്ട് എവിടെ എത്തും? നമ്മുടെ ഇലക്ട്രോസൈറ്റ് സെല്ലുകളിൽ എത്തും. അതായത് ഇത് നമ്മുടെ നെർവ് ടിഷ്യൂസ് ആണ് എന്ത് ചെയ്യും? ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുക അല്ലേ, ഈ സെല്ലുകളിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുക. അപ്പൊ ഈ സിഗ്നലുകൾ എവിടെ എത്തും? ഫസ്റ്റ് ഇതിലേ വരും, ഇവിടെ എത്തും, അങ്ങനെ എന്ത് ചെയ്യും? ഫൈനലി സെല്ലിലെത്തും. ഈ സെല്ലിൽ എത്തിക്കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതൊരു ചാനൽ ഓപ്പൺ ചെയ്യുന്നതാണ്. ഈ 2 സെല്ലുകൾ എന്ത് ചെയ്യും? ചാനൽ ഓപ്പൺ ചെയ്യും. ഇങ്ങനെ ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പുറത്തുള്ള സോഡിയം അയോൺസ് അല്ലെങ്കിൽ പൊട്ടാസ്യം അയോൺസ് പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഈ സെല്ലിന്റെ അകത്തേക്ക് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അപ്പൊ ഇതിനകത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇതിനകത്ത് എന്ത് ചെയ്യും? ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യും അല്ലേ. അപ്പൊ ഇതിനകത്ത് പോസിറ്റീവ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നെഗറ്റീവ് ചാർജ് ഒരു സൈഡിൽ വന്നു, പോസിറ്റീവ് ചാർജ് ഒരു സൈഡിൽ വന്നു. ഇതിന് ഔട്ട് സൈഡ് എന്തായിരിക്കും ഉള്ളത്? Na+, K+, അത് പോസിറ്റീവ് ചാർജ് ഉള്ള ഈ സെല്ലിന് ഔട്ട് സൈഡ് അല്ലേ. അപ്പൊ ഇതിന് ഔട്ട് സൈഡ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? പോസിറ്റീവ് ചാർജ് എഴുതാം അല്ലേ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ, ഇത് അകത്തോട്ട് കയറിയപ്പോൾ കുറച്ച് നെഗറ്റീവ് ചാർജ് പുറത്തോട്ട് വന്നില്ലേ, അവരെവിടെ നിൽക്കും? അവർ ഈ പോസിറ്റീവ് ചാർജിനടുത്ത് നിൽക്കും. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ നെഗറ്റീവ് ടെർമിനൽ വന്നു, പോസിറ്റീവ് വന്നു, നെഗറ്റീവ് വന്നു, പോസിറ്റീവ് വന്നു. അപ്പൊ ഇങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ് പോലെ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും. അവർക്ക് എന്തിനുള്ള കഴിവുണ്ട്? കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ബാറ്ററി ആയിട്ട് ബിഹേവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ ഈ ഒരു മത്സ്യത്തെ സംബന്ധിച്ചുള്ളത് എന്തോ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ബോഡിയിൽ ധാരാളം ടിഷ്യൂസ് ഉണ്ടല്ലേ, എല്ലാ സെല്ലുകളിലേക്കും എന്ത് ചെയ്യുന്നത്? ഒരേ സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സിഗ്നൽ കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു സെല്ലിന് എന്ത് ചെയ്യുക? ഒരു ബാറ്ററി ആയിട്ട് ആക്ട് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇവരുടെ സെല്ലിൽ ധാരാളം സെല്ലുകളില്ലേ, ഇവരുടെ ബോഡിയിൽ ധാരാളം സെല്ലുകളില്ലേ, ഈ സെല്ലുകൾക്കെല്ലാം എന്ത് ചെയ്യുക? എന്തായിട്ട് ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്? ഓരോ ബാറ്ററി ആയിട്ട് ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് ഒരു സെല്ലിന്റെ കോമ്പിനേഷൻ ആയിട്ട് മാറും, അതായത് ഒരു ബാറ്ററിയുടെ കോമ്പിനേഷൻ ആയിട്ട് മാറും. ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ഒരു ബാറ്ററിയുടെ കോമ്പിനേഷൻ ആയിട്ട് എന്ത് ചെയ്യും? ഇവരുടെ ബോഡിയിൽ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോസൈറ്റ് സെല്ലുകൾ എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവർക്ക് 10 വോൾട്ടേജ് മുതൽ 860 വോൾട്ട് വരെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുള്ളത്. അപ്പൊ ഇതാണ് ഒരു ബയോളജിക്കൽ ബാറ്ററീസിന്റെ ഉദാഹരണം. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ, ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കും? എങ്ങനെ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ ഒരു റിയാക്ഷൻസുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ഡ്രൈ സെല്ല്, മെർക്കുറി സെല്ല്, ലിഥിയം അയോൺ സെല്ല്, ലെഡ് സ്റ്റോറേജ് ബാറ്ററീസ് ഒക്കെ വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് എങ്ങനെ ഭാവിയിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്റേഴ്സിന്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ, എന്തിനാണ് നമ്മളത് പഠിക്കുന്നത്, വേരിയസ് ടൈപ്സ് ഓഫ് സെല്ല് അല്ലെ, നമ്മുടെ ചുറ്റുപാടും കാണുന്ന പല ടൈപ്പിലുള്ള സെല്ലിനെ പറ്റിയൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി നിങ്ങൾക്ക് ഇതിൽ ഫസ്റ്റ് പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളെ പറ്റിയാണ്. എന്താണ് ഇലക്ട്രോ കെമിക്കൽ സെൽ? അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇതിൽ എന്താണ് ഒരു സെല്ല്? നിങ്ങൾ ബയോളജിയിലെ കോശമല്ല ഇത് കേട്ടോ. സെല്ല് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? നമ്മുടെ ബാറ്ററി, അതായത് കോമ്പിനേഷൻ ഓഫ് സെല്ലുകൾ എന്താണ്? ബാറ്ററിയാണ്. നമ്മുടെ ബയോളജിയിലെ കോശങ്ങളായിട്ട് എന്ത് ചെയ്യരുത്? നിങ്ങൾ ഇത് കമ്പയർ ചെയ്യരുത്. അപ്പൊ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസ് ആണല്ലേ. സെൽ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ഡിവൈസാണ്.
അപ്പൊ ഇതിന് ഈ ഇലക്ട്രോകെമിക്കൽ സെല്ലിന് നമുക്ക് എങ്ങനെ ഡെഫിനിഷൻ കൊടുക്കാം? ഈ ഒരു പേര് വെച്ച് തന്നെ ഇതിലെന്തുകൊണ്ട് ഇലക്ട്രോ ഉണ്ട്, കെമിസ്ട്രി ഉണ്ട് അല്ലേ? അപ്പൊ എന്തിനുള്ള ഒരു ഡിവൈസ് ആയിരിക്കും ഇത്? എന്നീ ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ തിരിച്ച് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണെന്ത്? ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയുന്നത്. അതായത് എ ഡിവൈസ് ദാറ്റ് ക്യാൻ കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻടു കെമിക്കൽ എനർജി ഓർ കെമിക്കൽ എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജി. ഇനി മെയിൻ ആയിട്ട് നമുക്ക് ഈ ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. എന്താണ് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? അത് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഗാൽവാനിക് സെൽ. എന്താണ് ഗാൽവാനിക് സെൽ? ഓക്കെ, അതിന് വേറെ പേര് നമ്മുടെ പുസ്തകത്തിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, വോൾട്ടേക് സെൽ. എന്താണ് വോൾട്ടേക് സെൽ? രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഇലക്ട്രോളിറ്റിക് സെൽ. എന്താണ് ഇലക്ട്രോളിറ്റിക് സെൽ? ഓക്കെ, അപ്പൊ രണ്ടായിട്ട് ഇലക്ട്രോകെമിക്കലിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, ഇലക്ട്രോകെമിക്കൽ സെല്ലിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടേക് സെൽ, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഇലക്ട്രോളിറ്റിക് സെൽ. ഇനി ഒരു ഗാൽവാനിക് സെല്ലിൽ എന്ത് കൺവേർഷൻ ആണ് നടക്കുന്നത്, ഇലക്ട്രോളിറ്റിക് സെല്ലിൽ എന്ത് കൺവേർഷൻ ആണ് നടക്കുന്നത് നമുക്കറിയാം, നമ്മൾ അറിയണം. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ നോക്കട്ടെ. ഇലക്ട്രോകെമിക്കൽ സെൽ നമ്മൾ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ഒന്ന് ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആക്കി മാറ്റും, കെമിക്കൽ എനർജി എന്താക്കി മാറ്റും? ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റും. അപ്പൊ ഈ ഒരു സെല്ലിൽ എന്തെങ്കിലും ഒരു കൺവേർഷൻ നടക്കണം, അതിന്റെ ഓപ്പോസിറ്റ് കൺവേർഷൻ ആയിരിക്കണം എവിടെ നടക്കേണ്ടത്? ഇവിടെ നടക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കാൻ നിങ്ങൾ നോക്കുക, ഇലക്ട്രോളിറ്റിക് സെല്ലിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? ഇ ആണ് അല്ലേ? സെക്കൻഡ് ലെറ്റർ എന്താണ്? സെല്ലിലെ സി ആണ്. അപ്പൊ ഇവിടെ എന്തിന്റെ കൺവേർഷൻ ആയിരിക്കും നടക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്? കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അത് ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി ആണ് എന്ത്? ഒരു ഇലക്ട്രോളിറ്റിക് സെൽ എന്ത് ചെയ്യുന്നത്? കൺവേർഷൻ ചെയ്യുന്നത്. അപ്പം ഗാൽവാനിക് സെൽ എന്തായിരിക്കും? അതിന് നേരെ വിപരീതമായിരിക്കും അല്ലേ? അതായത് ഇവിടെ എന്താ ചെയ്യുന്നത്? ഒരു കെമിക്കൽ എനർജി എന്ത് ചെയ്യുന്നുണ്ട്? അവര് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഗാൽവാനിക് സെല്ലിന്റെ ഒരു ഉദാഹരണം നമ്മൾ നോക്കിയാൽ നമ്മൾ +1 പഠിച്ചാണ് എന്ത്? ഡാനിയൽ സെൽ. അതാണ് എന്ത്? ഒരു ഗാൽവാനിക് സെല്ലിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് ഡാനിയൽ സെൽ. ഇനി ഒരു ഇലക്ട്രോളിറ്റിക് സെല്ലിന്റെ ഉദാഹരണമാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ്? പിന്നെ രണ്ടാമത്തെ ഉദാഹരണമാണ് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. എന്താണ് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ? ഓക്കെ, അപ്പൊ ഇതിനൊക്കെ പറ്റി നമ്മൾ വിശദീകരിച്ച് എന്ത് ചെയ്യും? ഈ ചാപ്റ്ററിന്റെ അവസാനം നമ്മൾ പഠിക്കും. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് കോൺസെൻട്രേറ്റ് എന്തിനാണ്? ഗാൽവാനിക് സെല്ലിന്റെ അല്ലെങ്കിൽ വോൾട്ടേക് സെല്ലിന്റെ ഡാനിയൽ സെല്ലിനെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യം ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടേക് സെൽ അല്ലെങ്കിൽ ഇലക്ട്രോളിറ്റിക് സെൽ. ഈ ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടേക് സെൽ ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞു എന്താണ്? ഡാനിയൽ സെൽ. അവരെന്താണ് ചെയ്യുന്നത്? കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇലക്ട്രോളിറ്റിക് സെൽ എന്താ നടക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അത് ഈസി ഓർത്ത് ഞാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു കൺവേർഷൻ എഴുതാൻ പറ്റും. ഇതിനൊരു എക്സാമ്പിൾ എന്താണ്? ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ആണ്. നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ഡാനിയൽ സെല്ലിനെ പറ്റിയാണ്. എന്താണ് ഡാനിയൽ സെൽ? എന്താണ് ഒരു ഡാനിയൽ സെൽ? അപ്പൊ ഡാനിയൽ സെൽ എന്താണ്? ഇതൊരു ഗാൽവാനിക് സെല്ലിന് ഉദാഹരണമാണ് അല്ലെ? ഗാൽവാനിക് സെല്ലിന് ഉദാഹരണമാണ്. ഡാനിയൽ സെൽ അവർ എന്തിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഒരു കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ ഇതിന്റെ സെറ്റപ്പ് നോക്കുക നിങ്ങൾ. നമ്മൾ ആദ്യം ഒരു ബീക്കർ എടുത്തു. ഓക്കെ, അതിനുശേഷം അടുത്ത വേറൊരു ബീക്കർ എടുത്തു. 2 ബീക്കർ എടുത്തു. നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ സിങ്ക് സൾഫേറ്റ് എടുത്തു. ഓക്കെ, സിങ്ക് സൾഫേറ്റ് നമ്മുടെ കടയിൽ പോയിട്ട് എന്ത് ചെയ്തിട്ട് സിങ്ക് സൾഫേറ്റ് മേടിക്കുന്നു. അതുപോലെ ഇവിടെ എന്ത് ചെയ്യുക? നമ്മളിത്തിരി കോപ്പർ സൾഫേറ്റ് മേടിക്കുന്നു. എന്നിട്ട് ഇവിടെ ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുക. എങ്ങനെ? വാട്ടറുമായിട്ട് നമ്മൾ ഡിസോൾവ് ചെയ്ത് ഇവരുടെ സൊല്യൂഷൻസ് കിട്ടും അല്ലേ? സിങ്ക് സൾഫേറ്റ് വെള്ളമായിട്ട് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ കിട്ടും. കോപ്പർ സൾഫേറ്റ് വെള്ളത്തിൽ ലയിപ്പിച്ചത് കിട്ടും. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ കിട്ടും. അതായത് നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ രണ്ടിലും നമ്മൾ ഓരോ മെറ്റൽ പീസുകൾ എടുക്കണം കേട്ടോ. ഒരെണ്ണത്തിൽ നമ്മളൊരു സിങ്കിന്റെ മെറ്റൽ പീസ് എടുത്തു. രണ്ടാമത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു കോപ്പറിന്റെ മെറ്റൽ പീസ് എടുത്തു. എന്നിട്ട് ഈ 2 മെറ്റൽ പീസ് എന്ത് ചെയ്തു? അതിന്റെ തന്നെ സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്തു? മുക്കി വെച്ചു. അപ്പൊ ഇത് സൊല്യൂഷൻ ആയിട്ട് എന്ത് ചെയ്യുക? നമുക്ക് ഇങ്ങനെ കാണിക്കാമല്ലോ. ഇതൊരു സൊല്യൂഷൻ അല്ലേ? കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷൻ, സിങ്ക് സൾഫേറ്റിന്റെ സൊല്യൂഷൻ. ഇനി ഈ 2 മെറ്റൽ പീസുകളെ ഞാനൊരു മെറ്റാലിക് വയർ കൊണ്ട് കണക്ട് ചെയ്തു. ഒരു മെറ്റാലിക് വയർ കൊണ്ട് കണക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ കറണ്ട് അതിന്റെ ഫ്ലോ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ അറിയാനായിട്ട് എന്ത് ചെയ്യുക? ഞാൻ ഇവിടെ ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു കറണ്ട് എന്തെങ്കിലും ജനറേറ്റ് എന്ത് ചെയ്യും? ഈ വോൾട്ട് മീറ്ററിന്റെ നീഡിൽ എന്ത് ചെയ്യും? ഡിഫ്ലക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകും? ഇതിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഒരു സിങ്ക് ഒരു മെറ്റൽ എടുത്തു, അത് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തു. ഒരു കോപ്പറിന്റെ മെറ്റൽ എടുത്തു, അതിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തു. ഓക്കെ, ഇനി ഈ ഒരു മെറ്റൽ പീസ് നമ്മൾ വിളിക്കുന്ന പേര് ഇലക്ട്രോഡ് എന്നാണ്. എന്താണ് ഇലക്ട്രോഡ്? ഇലക്ട്രോഡ്. ഓക്കെ, ഇനി ഒരു സിങ്ക് സൾഫേറ്റ് അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷൻ എടുത്തില്ലേ, അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റ്. ഓക്കെ, നമുക്കിപ്പോൾ ഇലക്ട്രോഡ് ഉണ്ട്,
ഇലക്ട്രോലൈറ്റ് ഉണ്ട്. രണ്ട് ടൈപ്പ് ഇലക്ട്രോഡ് ഉണ്ട്, ഒന്ന് സിങ്ക് ഇലക്ട്രോഡും ഒന്ന് കോപ്പർ ഇലക്ട്രോഡും അല്ലേ. രണ്ട് ഇലക്ട്രോലൈറ്റ് ഉണ്ട്, ഒന്ന് സിങ്ക് സൾഫേറ്റ്, രണ്ടാമത്തെ കോപ്പർ സൾഫേറ്റ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ആരാണ് കൂടുതൽ റിയാക്റ്റീവ്, സിങ്ക് ആണോ കോപ്പർ ആണോ കൂടുതൽ റിയാക്റ്റീവ് എന്ന് നോക്കണം. നമുക്ക് രണ്ട് മെറ്റൽ ഉണ്ട്, സിങ്ക് ഉണ്ട് കോപ്പർ ഉണ്ട്, ഇതിൽ ആരാണ് കൂടുതൽ റിയാക്റ്റീവ്. അപ്പൊ ആരാണ് കൂടുതൽ റിയാക്റ്റീവ് എന്ന് അറിയാൻ പെട്ടെന്ന് ഇലക്ട്രോണിനെ കൊടുക്കുന്നവരാണ് എന്ത് കൂടുതൽ റിയാക്റ്റീവ്. അപ്പൊ സിങ്കിനെ കോപ്പറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സിങ്കിനാണ് എന്ത് പെട്ടെന്ന് ഇലക്ട്രോണിനെ കൊടുക്കാൻ കഴിവുള്ളവരാണ് സിങ്ക് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും സിങ്ക് ആണ് എന്ത് കൂടുതൽ റിയാക്റ്റീവ്. അപ്പൊ സിങ്ക് എന്ത് ചെയ്യും, ഈ ഒരു മെറ്റലിനകത്ത് എന്തുകൊണ്ട് ധാരാളം സിങ്ക് ആറ്റങ്ങൾ ഇങ്ങനെ ക്ലോസ് ആയിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, പാക്ക് ചെയ്തിരിക്കുക അല്ലെ. കുറെ സിങ്ക് ആറ്റം ഇങ്ങനെ പാക്ക് ചെയ്തിരിക്കുകയാണ്. കോപ്പറിൽ ധാരാളം കോപ്പർ ആറ്റങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഇങ്ങനെ പാക്ക് ചെയ്തിരിക്കുക അല്ലെ. അപ്പൊ സിങ്ക് എന്ത് ചെയ്യുന്നു പറഞ്ഞു, സിങ്കിന് ഇലക്ട്രോണിനെ കൊടുക്കാനുള്ള കഴിവ് കൂടുതലാണെന്ന് പറഞ്ഞു കോപ്പറിനേക്കായി. അപ്പൊ സിങ്ക് എന്ത് ചെയ്തു, ഫസ്റ്റ് ഒരു 2 ഇലക്ട്രോണിനെ കൊടുത്തു. ഓക്കെ, സിങ്ക് 2 ഇലക്ട്രോണിനെ കൊടുത്തു. ആ ഇലക്ട്രോൺ എന്ത് ചെയ്തു, മെറ്റാലിക് പാരിലൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്യുകയാണ്. അപ്പൊ സിങ്ക് 2 ഇലക്ട്രോണിനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സിങ്ക് എന്ത് ചെയ്തില്ല, സിങ്ക് ആറ്റമായിട്ട് ഈ മെറ്റൽ റോഡിൽ ഇരിക്കാൻ പറ്റില്ല. അവർ എന്തായിട്ട് മാറും, സിങ്ക് അയോൺ ആയിട്ട് മാറിയത്. സിങ്ക് 2+, 2 ഇലക്ട്രോണിനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും, പോസിറ്റീവ് ചാർജ് കിട്ടും, 2 പോസിറ്റീവ് ചാർജ് കിട്ടും. അതായത് സിങ്ക് എന്തായിട്ട് മാറും, സിങ്ക് 2+ ആയിട്ട് മാറും. ഇതിലിരിക്കുന്ന സിങ്ക് ആറ്റങ്ങളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര, അതെപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. അതായത് സിങ്ക് എന്തായിട്ട് മാറി, സിങ്ക് 0ൽ നിന്ന് സിങ്ക് +2 ആയിട്ട് മാറി. അപ്പൊ ഇങ്ങനെ +2 സിങ്ക് അയോൺസ് ആയിട്ട് മാറുമ്പോൾ സിങ്ക് ഈ സൊല്യൂഷനിലേക്ക് വീഴും, സിങ്ക് 2+ ആയിട്ട് മാറും. അതായത് സിങ്ക് 2 ഇലക്ട്രോണിനെ കൊടുത്ത് സിങ്ക് 2+ ആയിട്ട് മാറി. നിങ്ങൾ നോക്കുക, ഇതില് ഈ ഒരു ആറ്റമാണ് എന്ത് ചെയ്ത് 2 ഇലക്ട്രോണിനെ കൊടുത്തത്, ഈ ഒരു സിങ്ക് ആറ്റമാണ് 2 ഇലക്ട്രോണിനെ കൊടുത്തത്. അപ്പൊ അതെന്ത് ചെയ്തു, സിങ്ക് 2+ ആയിട്ട് എങ്ങോട്ട് വന്നു, സൊല്യൂഷനിലേക്ക് വന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് എന്ത് ചെയ്തു, ഒരു സിങ്ക് നഷ്ടപ്പെട്ടു അല്ലെ, ഇവിടുത്തെ ഒരു സിങ്ക് നഷ്ടപ്പെട്ടു. എന്നിട്ട് ഈ 2 ഇലക്ട്രോൺ ഇതിലേ ഫ്ലോ ചെയ്തിട്ട് എവിടെ എത്തും, നമ്മുടെ കോപ്പർ ഇലക്ട്രോണിൽ എത്തും. അപ്പൊ ഈ കോപ്പർ ഇലക്ട്രോണിൽ എത്തി, നിങ്ങൾക്കറിയാം ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്, ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്, നെഗറ്റീവ് ചാർജ് ആണ് അല്ലെ, നെഗറ്റീവ് ചാർജ് ആണ്. നമ്മുടെ സൊല്യൂഷനിൽ ആരാണ് ഉള്ളത്, കോപ്പർ ഉണ്ട്, കോപ്പർ 2+ ഉണ്ട്, SO4 2- ഉണ്ട് അല്ലെ. കോപ്പർ 2+ഉം SO4 2- ആണെന്ത്, കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുള്ള ലൈറ്റ് ചാർജസ് എന്ത് ചെയ്യും, ലൈറ്റ് ചാർജസ് എന്ത് ചെയ്യും, എപ്പോഴും റിപ്പൽ ചെയ്യും അല്ലെ. അൺലൈറ്റ് ചാർജസ് എന്ത് ചെയ്യും, എപ്പോഴും അട്രാക്ട് ചെയ്യും. അതായത് നമുക്ക് ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട്, താഴെ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു സ്പീഷീസ് ഉണ്ട്, ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള സ്പീഷീസ് ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും, ആയിരിക്കും ഈ നെഗറ്റീവ് ചാർജ് അട്രാക്ട് ചെയ്യുന്നത്, കോപ്പർ 2+ ആയിരിക്കും അല്ലേ. അത് കാരണം അതിന്റെ ചാർജ് എന്താണ്, പോസിറ്റീവ് ആണ്. അപ്പം ഇതിലേ വരുന്ന ഈ സിങ്കിന്റെ 2 ഇലക്ട്രോൺ ആരെടുക്കും, ഈ Cu2+ എടുക്കും. അപ്പൊ Cu2+ ഇവിടെ എന്ത് ചെയ്യും, ഈ 2 ഇലക്ട്രോൺ എടുത്തിട്ട് എന്തായിട്ട് മാറും, കോപ്പർ ആയിട്ട് മാറും. അത് നിങ്ങളുടെ ഈ സൊല്യൂഷനിൽ ധാരാളം Cu2+ ഉണ്ട്. അപ്പൊ അത് ഈ 2 ഇലക്ട്രോണിനെ എടുക്കുമ്പോൾ എന്ത് ചെയ്യും, അത് Cu ആയിട്ട് മാറും. ആ Cu എവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്യും, ഈ ഒരു മെറ്റൽ റോഡിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്തു, ഒരു Cu ഇവിടെ വന്നു. അപ്പൊ ഇവിടെ നിന്ന് ഒരു സിങ്ക് നഷ്ടപ്പെട്ട് സിങ്ക് 2+ സൊല്യൂഷനിൽ വന്നു. ആ ഇലക്ട്രോണിനെ സ്വീകരിച്ച് കോപ്പർ 2+ എന്തായിട്ട് മാറി, കോപ്പർ ആയിട്ട് മാറി. അപ്പൊ സിങ്ക് നഷ്ടപ്പെടുത്തിയ ആ റിയാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം, സിങ്ക് എന്ത് ചെയ്തു, 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി എന്തായിട്ട് മാറി, സിങ്ക് 2++ 2 ഇലക്ട്രോൺ ആയിട്ട് മാറി. സിങ്കിന്റെ ആദ്യത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞു, 0 ആയിരുന്നു അല്ലെ. ഇപ്പൊ എന്തായിട്ട് മാറി, +2 ആയിട്ട് മാറി. ഇവിടെ ആദ്യത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരുന്നു, +2 ആയിരുന്നു അല്ലെ. ഇപ്പൊ എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി. അങ്ങനെ ഓക്സിഡേഷൻ നമ്പർ കൂടുകയാണെങ്കിൽ, ആ ഒരു പ്രോസസ് നമ്മൾ വിളിക്കുന്നവരാണ് ഓക്സിഡേഷൻ. ഓക്കെ, ഇപ്പോഴും ഓക്സിഡേഷൻ നടക്കുന്നത് നിങ്ങൾ ഓർത്തിരിക്കുക, അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് എന്ത്, നമ്മൾ ഈ ഇലക്ട്രോൺ എഴുതുന്നത്. ഇപ്പൊ 2 ഇലക്ട്രോൺ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് എഴുതുന്നത്, ഓക്സിഡേഷൻ. ഇനി ഇതെന്താണ്, 2+ 0 ആയിട്ട് മാറി, അതായത് ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്തു, കുറഞ്ഞു. അതിനെ നമ്മൾ വിളിക്കുന്നവരാണ് റിഡക്ഷൻ. എന്താ, റിഡക്ഷൻ. അപ്പൊ റിഡക്ഷൻ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ആരോടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് എന്ത്, ഇലക്ട്രോണിനെ എഴുതുന്നത്. ഇനി ഓക്സിഡേഷൻ നടക്കുന്ന ആർക്കാണ്, സിങ്കിനാണല്ലേ. സിങ്കാണ്, അതിനെ നമുക്ക് സിങ്ക് ഇലക്ട്രോഡ് എന്ന് വിളിക്കാമല്ലോ. റിഡക്ഷൻ നടക്കുന്ന ആർക്കാണ്, കോപ്പറാണ്, അതിനെ നമുക്ക് കോപ്പർ ഇലക്ട്രോഡ് എന്ന് വിളിക്കാമല്ലോ. അപ്പൊ ഈ ഒരു ഇലക്ട്രോഡിന് നമ്മളൊരു പേര് വിളിക്കും, ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോഡിന് നമ്മളൊരു പേര് വിളിക്കും, അതിനെ നമ്മൾ ആനോഡ് എന്ന് വിളിക്കും, ആനോഡ്. റിഡക്ഷൻ നടക്കുന്ന ഇലക്ട്രോഡിന് നമ്മളൊരു പേര് വിളിക്കും, കാഥോഡ്. ഓക്കെ, ഇത് ഓർത്തിരിക്കാനായിട്ട് നിങ്ങൾക്ക് ആൻഓക്സ് എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ആൻഓക്സ്, അതായത് ഓക്സിഡേഷൻ നടക്കുന്നത് എപ്പോഴും എവിടെ ആയിരിക്കും, ആനോഡിലായിരിക്കും. റിഡക്ഷൻ നടക്കുന്ന ഓർത്ത് വെക്കാൻ നിങ്ങൾക്ക് ഇതിനെ റെഡ് ക്യാറ്റ് എന്ന് വിളിക്കുന്നതാണ്, റെഡ് ക്യാറ്റ്. അതായത് റിഡക്ഷൻ നടക്കുന്ന എപ്പോഴും എവിടെ ആയിരിക്കും, കാഥോഡിൽ ആയിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കുക, കുറെ സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇതിന്റെ അകത്തുള്ള എല്ലാ സിങ്ക് ആറ്റവും എന്തായിട്ട് മാറും, സിങ്ക് 2+ അയോൺസുകളായിട്ട് മാറും അല്ലെ. ഈ സൊല്യൂഷനുള്ള എല്ലാ കോപ്പർ 2+ എന്തായിട്ട് മാറും, കോപ്പർ ആറ്റമായിട്ട് മാറിയിട്ട് എന്ത് ചെയ്യും, ഈ ഇലക്ട്രോഡിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ കുറെ നേരം കഴിയുമ്പോൾ ഈ സിങ്കിന്റെ ഇലക്ട്രോണിന്റെ സൈസ് എന്ത് ചെയ്യും, കുറഞ്ഞു വരും അല്ലെ. ഈ കോപ്പർ 2+ന്റെ സൈസ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഈ കോപ്പർ 2+ അല്ല, ഈ കോപ്പർ ഇലക്ട്രോഡിന്റെ സൈസ് എന്ത് ചെയ്യും, കൂടി വരും. അങ്ങനെ കുറെ സമയം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഈ റിയാക്ഷൻ സ്റ്റോപ്പ് ആവും അല്ലെ.
എപ്പോഴാണ് ഈ കംപ്ലീറ്റ് സിങ്ക് ഇലക്ട്രോണും കൺസ്യൂം ആകുമ്പോൾ ഈ റിയാക്ഷൻ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ആകും. അപ്പോൾ ഈ ഒരു സൈസിൽ ഈ ഒരു ഇലക്ട്രോണിന്റെ സൈസ് എന്ത് ചെയ്യും, വളരെ വലുതാകും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇവിടെ എന്ത് ചാർജ് കൂടി, പോസിറ്റീവ് അയോൺസിന്റെ ചാർജ് കൂടിയല്ലേ. കുറേ നേരം കഴിയുമ്പോൾ ഇവിടെ കുറേ സിങ്ക് 2+ ഫോം ചെയ്യും. ഇനി ഇവിടെ നോക്കുക, കുറേ നേരം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെയുള്ള Cu2+ എല്ലാം എന്തായിട്ട് മാറി, Cu ആയിട്ട് മാറി. പിന്നെ ഇവിടെ ഉള്ള ആരാ ഉള്ളത്, SO4 2- മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ കുറേ നേരം കഴിയുമ്പോൾ ഇവിടെ സിങ്ക് 2+ കൂടും, ഇവിടെ SO4 2- കോൺസെൻട്രേഷൻ കൂടും. അതായത് ഇവിടെ നെഗറ്റീവ് ചാർജ് കൂടും, ഇവിടെ പോസിറ്റീവ് ചാർജ് കൂടും. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് കൂടി കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഈ ഇലക്ട്രോണിന്റെ ചാർജ് എന്താ, നെഗറ്റീവ് അല്ലേ. അപ്പോൾ താഴെ എന്ത് ചെയ്തു, ഒരു പോസിറ്റീവ് ചാർജ് കൂടി അല്ലേ. അപ്പോൾ പിന്നെ ഈ ഇലക്ട്രോണിനെ ആര് അട്രാക്ട് ചെയ്യും, ഈ പോസിറ്റീവ് ചാർജ് അട്രാക്ട് ചെയ്യും. അതായത് ഇതെന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ല. കാരണം ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ ഇയാൾ എന്ത് പറയും, എനിക്ക് നെഗറ്റീവ് ചാർജ് ഇല്ല, എനിക്ക് ഇലക്ട്രോണിനെ വേണമെന്ന് പറയും അല്ലേ. അപ്പോൾ എന്ത് ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ട് ആര് സമ്മതിക്കത്തില്ല, ഈ താഴത്തെ ഈ പോസിറ്റീവ് അയോൺസ് സമ്മതിക്കത്തില്ല. അതേപോലെ ഇവിടെ എന്താണ്, നെഗറ്റീവ് അയോൺസ് അല്ലേ. ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വരുമ്പോൾ ഇയാൾ എന്ത് പറയും, എനിക്കൊരു ആവശ്യത്തിൽ കൂടുതൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്, നീ എന്തിനാ പിന്നെ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കും അല്ലേ. അങ്ങനെ ഈ 2 ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഈ സൊല്യൂഷനിലോട്ട് വരാനും ആര് സമ്മതിക്കത്തില്ല, ഈ നെഗറ്റീവ് ചാർജ് സമ്മതിക്കത്തില്ല. അപ്പൊ ഇതെങ്ങനെ പരിഹരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു പുതിയൊരു സാധനം ഇൻട്രോഡ്യൂസ് ചെയ്യാണ്. ഈ ഒരു സെറ്റപ്പിൽ എന്ത് ചെയ്യാൻ, പുതിയൊരു സാധനം ഇൻട്രോഡ്യൂസ് ചെയ്യാണ്. അപ്പൊ ആ സാധനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാൾട്ട് ബ്രിഡ്ജ്. എന്താണ് സാൾട്ട് ബ്രിഡ്ജ്? സാൾട്ട് ബ്രിഡ്ജ്. ഓക്കെ, സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വളരെ ഈസിയാണ്. അത് ഇൻവേർട്ടഡ് യു ഷേപ്പിലുള്ള ഒരു ട്യൂബാണ്. ഇൻവേർട്ടഡ് യു ഷേപ്പിലുള്ള ഒരു ട്യൂബാണ്. ഒരു യു ഷേപ്പിലുള്ള ഇൻവേർട്ടഡ് ആയിട്ടുള്ള ട്യൂബാണ്. അപ്പോൾ ഈ ട്യൂബിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇനേർട്ട് ഇലക്ട്രോലൈറ്റുകളെ ഫില്ല് ചെയ്യും. എന്താണ് ഇനേർട്ട് ഇലക്ട്രോലൈറ്റ്? എന്താണ് സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ക്ലോറൈഡ് പോലെ ഉള്ള ഇനേർട്ട് ഇലക്ട്രോലൈറ്റുകളെ നമ്മൾ ഇനേർട്ട് ഗ്യാസ് ഒക്കെ പഠിച്ചു. എന്ത് ചെയ്യുന്ന റിയാക്ഷൻ, ഇനേർട്ട് ഗ്യാസ് എന്താണ്, അവർ സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്യാസുകളാണ് അല്ലേ. അതേപോലെയാണ് ഇനേർട്ട് ഇലക്ട്രോലൈറ്റ്. അതായത് NaCl ഉണ്ട്, KCl ഉണ്ട്. ഇവർ എന്തായിട്ട് നിൽക്കും ഇതിനകത്ത്, അവർ K+ Cl- ആയിട്ട് നിൽക്കും. അല്ലെങ്കിൽ നമുക്ക് NH4Cl ഇലക്ട്രോലൈറ്റുകൾ ഉപയോഗിക്കാം. എല്ലാം കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ഒരു സമയത്ത് യൂസ് ചെയ്തോളൂ. ഇപ്പൊ നമ്മൾ പൊട്ടാസ്യം ക്ലോറൈഡ് എടുത്തു നോക്കുക. ഓക്കെ, നമ്മൾ പൊട്ടാസ്യം ക്ലോറൈഡ് എടുത്തപ്പോൾ ഈ ട്യൂബിനകത്ത് ആരൊക്കെ ഉണ്ട്, K+ ഉണ്ട്, Cl- ഉണ്ട് അല്ലേ. ഇനി നോക്കുക, ഇവിടെ സിങ്ക് 2+ന്റെ കോൺസെൻട്രേഷൻ കൂടി. നമ്മൾ ഈ ഒരു ഷേപ്പ്, ഈ ട്യൂബിന്റെ രണ്ടറ്റത്ത് ഇതിൽ കോട്ടൺ വെച്ച് നമ്മൾ അടച്ചിട്ടുണ്ട് കേട്ടോ. കോട്ടൺ വെച്ച് നമ്മൾ അടച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ സിങ്ക് 2+ന്റെ കോൺസെൻട്രേഷൻ കൂടി. അപ്പോൾ എന്ത് ചെയ്യും, സിങ്ക് 2+ ആരെ വേണം, നെഗറ്റീവ് ചാർജിനെ വേണം അല്ലേ. അതുകൊണ്ടല്ലേ അത് ഇലക്ട്രോണിനെ പോകാൻ സമ്മതിക്കാത്തത്. അപ്പോൾ ഈ ട്യൂബിൻ്റെ അകത്ത് ആരൊക്കെ ഉണ്ട്, K+ ഉണ്ട്, Cl- ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഇതിലുള്ള Cl- എന്ത് ചെയ്യും, പതുക്കെ ഈ സൊല്യൂഷനിലേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്തു, പോസിറ്റീവ് ചാർജിന് ആരെ കിട്ടി, നെഗറ്റീവ് ചാർജിനെ കിട്ടി. ഇനി ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ നമ്മുടെ SO4 2- കൂടുതലായില്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ഇതിലെ K+ അയോൺസ് എന്ത് ചെയ്യും, ഈ സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ സിങ്ക് എന്തായിട്ട് മാറും, സിങ്ക് 2+, സിങ്ക് ക്ലോറൈഡ് ആയിട്ട് മാറും അല്ലേ. K+ SO4 2- ആയിട്ട് മാറിയിട്ട് എന്താവും, K2SO4 ഫോം ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഇവർക്ക് ആവശ്യമുള്ള നെഗറ്റീവ് ചാർജിനെ കിട്ടിയില്ലേ, ഇവർക്ക് ആവശ്യമുള്ള പോസിറ്റീവ് ചാർജിനെ കിട്ടിയില്ലേ. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും, ഈ റിയാക്ഷൻ നടക്കും. എപ്പം വരെ നടക്കും, ഇതിലുള്ള കംപ്ലീറ്റ് സിങ്ക് മെറ്റലും സിങ്ക് 2+ ആയിട്ട് മാറുന്നവർ എന്ത് ചെയ്യും, ഈ റിയാക്ഷൻ നടക്കും. അപ്പോൾ സാൾട്ട് ബ്രിഡ്ജ് നമുക്ക് എന്തൊരു ഡെഫിനേഷൻ കൊടുക്കാം. സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻവേർട്ടഡ് യു ഷേപ്പ് ട്യൂബ് ആണ് അല്ലേ, കണ്ടെയ്നിങ് ഇനേർട്ട് ഇലക്ട്രോലൈറ്റ്സ്. ഇനേർട്ട് ഇലക്ട്രോലൈറ്റ്സ് അഗർ അല്ലെങ്കിൽ ജെലാറ്റിൻ പോലെ ഏതെങ്കിലും ഒരു സൊല്യൂഷനിൽ മുക്കി വെച്ചിരിക്കുന്ന ഒരു ഇൻവേർട്ടഡ് യു ഷേപ്പ് ട്യൂബ് ആണ് എന്തെന്ന് പറയുന്നത്, സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഈ സാൾട്ട് ബ്രിഡ്ജിന്റെ 2 അഡ്വാൻറ്റേജ് അല്ലേ, എന്തൊക്കെയാ. ഒന്ന്, ഇതിന്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ആര് സഹായിച്ചു, സാൾട്ട് ബ്രിഡ്ജ് സഹായിച്ചു അല്ലേ. കാരണം ഇവിടെ ഒരു ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റിയുടെ ഡിഫറൻസ് വന്നപ്പോൾ എന്ത് ചെയ്തു, സാൾട്ട് ബ്രിഡ്ജ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ അവിടുന്ന് അയോൺസ് മൂവ് ചെയ്ത് എന്ത് ചെയ്തു, ആ സൊല്യൂഷന്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി എന്ത് ചെയ്തു, മെയിൻറ്റെയിൻ ചെയ്തു. അപ്പോൾ ഒന്നാമത്തെ സാൾട്ട് ബ്രിഡ്ജിന്റെ അഡ്വാൻറ്റേജ് ആണെന്ത്, ടു മെയിൻറ്റെയിൻ the electrical neutrality അല്ലേ, ടു മെയിൻറ്റെയിൻ ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. രണ്ടാമത്തെ എന്താണ്, ആ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിച്ചു അല്ലേ. കാരണം ആദ്യമേ എന്ത് ചെയ്തില്ലായിരുന്നു, ആ 2 ഇലക്ട്രോൺ അങ്ങോട്ട് ഫ്ലോ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റി, നമ്മളൊരു സാൾട്ട് ബ്രിഡ്ജ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ എന്ത് ചെയ്യാൻ പറ്റി, ആ ഒരു സർക്യൂട്ട് എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു അല്ലേ. ടു കംപ്ലീറ്റ് ദ സർക്യൂട്ട് അല്ലേ, സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിച്ചു അല്ലേ. എങ്ങനെ, വിത്തൗട്ട് മിക്സിങ് ദ 2 സൊല്യൂഷൻ. ആ 2 സൊല്യൂഷൻ മിക്സ് ചെയ്യാതെ എന്ത് ചെയ്തു, ആ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആരെ സഹായിച്ചു, ഈ സാൾട്ട് ബ്രിഡ്ജ് നമ്മളെ സഹായിച്ചു. അപ്പോൾ നമ്മൾ പഠിച്ച സിങ്ക് എന്ത് ചെയ്തു, സിങ്ക്, ഇതിലുള്ള സിങ്ക് 2 ഇലക്ട്രോണിനെ കളഞ്ഞ് സിങ്ക് 2+ഉം 2 ഇലക്ട്രോണുമായിട്ട് മാറി. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നവര് ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ എപ്പോഴും ഇലക്ട്രോൺ എന്താണ്, റൈറ്റ് ഹാൻഡ് സൈഡിലാണ് എഴുതുന്നത്. ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോണിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു, ആനോഡ് എന്ന് വിളിച്ചു. അത് ഓർത്തിരിക്കാനായിട്ട് ആൻ ഓക്സ് എന്ന് പറഞ്ഞു. ഇനി Cu2+ സൊല്യൂഷനുള്ള ഈ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് എന്തായിട്ട് മാറി, Cu ആയിട്ട് മാറി. ഇവിടെ ഓക്സിഡേഷൻ ഇവിടെ +2 നിന്ന് 0 പോയത് നമ്മൾ അവർ എന്തെന്ന് പറഞ്ഞു, റിഡക്ഷൻ സംഭവിച്ചു എന്ന് പറഞ്ഞു. റിഡക്ഷൻ സംഭവിക്കുന്ന ഇലക്ട്രോഡുകളെ നമ്മൾ എന്ന് വിളിക്കും,
കാഥോഡ് എന്ന് വിളിക്കും. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ നമ്മൾ എന്ത് പറഞ്ഞു? റെഡ് ക്യാറ്റ് എന്ന് ഓർത്ത് വെച്ചാൽ ഇന്ന് പറഞ്ഞു അല്ലേ. ഇനി അടുത്ത് നിങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഒരു ഓവറോൾ റിയാക്ഷൻ എഴുതുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ പരീക്ഷ നമുക്ക് ഒരു ഡാനിയൽ സെല്ലിന്റെ ഓവറോൾ റിയാക്ഷൻ എഴുതാൻ ചോദിക്കാം. അതിന്റെ ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻസ് അതേപോലെ ഓവറോൾ റിയാക്ഷൻസ് എങ്ങനെ എഴുതാം. അപ്പോൾ ആനോഡിൽ എന്താ സംഭവിച്ചത്? സിങ്ക് എന്ത് ചെയ്തു? സിങ്ക് 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി എന്തായിട്ട് മാറി? സിങ്ക് 2++ 2 ഇലക്ട്രോൺ ആയിട്ട് മാറി. ഇങ്ങനെ നടക്കുന്ന ഈ പ്രോസസ്സിനെ നമ്മൾ വിളിച്ച പേര് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ നടക്കുന്ന എവിടെയാണ്? ആനോഡ്. ഇനി കോപ്പർ എന്ത് ചെയ്തു? കോപ്പർ 2+ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് എന്തായിട്ട് മാറി? കോപ്പർ ആയിട്ട് മാറി അല്ലേ. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിച്ച പേരെന്താ? റിഡക്ഷൻ. റിഡക്ഷൻ നടക്കുന്ന എവിടാ? കാഥോഡ്. അപ്പോൾ ഇതിന്റെ ഓവറോൾ റിയാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമ്മൾ ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് വെട്ടിക്കളയാൻ പറ്റും. ഈ 2 ഇലക്ട്രോൺ രണ്ടിടത്ത് കോമൺ ആണല്ലോ, അവരെ തമ്മിൽ വെട്ടിക്കളയാം. അപ്പോൾ എന്ത് കിട്ടും? സിങ്ക് പ്ലസ് Cu2+ എന്തായിട്ട് മാറും? സിങ്ക് 2++ കോപ്പർ ആയിട്ട് മാറും. ഈ 2+ എപ്പോഴും അയോൺസ് ആയിട്ട് എന്ത് ചെയ്യും? നമ്മളത് അക്വസ് ആയിട്ടാണ് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അക്വസ് സൊല്യൂഷൻ. അക്വസ് Cu2+ അയോൺസുകളായിട്ടാണ് നിൽക്കുന്നതുകൊണ്ട് അക്വസ് മെൻഷൻ ചെയ്യും. സിങ്ക് അല്ലെങ്കിൽ കോപ്പർ നമ്മൾ സോളിഡ് ആയിട്ട് മെൻഷൻ ചെയ്യും. ഓക്കെ, അപ്പോൾ Zn2+ അക്വസ് അല്ലേ? ആ, കോപ്പർ എന്താ? സോളിഡ്. അപ്പോൾ ഇതാണ് എന്ത്? ഒരു ഡാനിയൽ സെല്ലിന്റെ ഓവറോൾ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സിങ്ക് പ്ലസ് Cu2+ ഗീവ്സ് സിങ്ക് 2++ Cu എന്ന് കിട്ടും. ഇത് നമ്മൾ അറിയേണ്ടത് ഒരു കാര്യം കൂടെ ഇവിടെ അറിയേണ്ടതുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഒരു ഡാനിയൽ സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? എന്താണ് റെപ്രസെന്റേഷൻ ഓഫ് എ ഡാനിയൽ സെൽ? റെപ്രസെന്റേഷൻ ഓഫ് എ ഡാനിയൽ സെൽ. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഡാനിയൽ സെല്ലിനെ റെപ്രസെന്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്സിഡേഷൻ നടക്കുന്ന എവിടെയാണ്? ആനോഡ്. റിഡക്ഷൻ നടക്കുന്ന എവിടെയാണ്? കാഥോഡാണ്. അപ്പോൾ നമ്മളൊരു റെപ്രസെന്റേഷൻ നടത്തണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആര് എഴുതുക? ആനോഡ് എഴുതുക. നമ്മൾ 2 വര വരയ്ക്കുക, പിന്നെ കാഥോഡ് എഴുതുക. അപ്പോൾ എന്താണ് ഈ 2 വര കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും ഈ 2 വര എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത സാൾട്ട് ബ്രിഡ്ജ് അല്ലേ, ആ സാൾട്ട് ബ്രിഡ്ജിനെ സൂചിപ്പിക്കാനാണ് എന്ത് നമ്മൾ ഈ 2 വര വരയ്ക്കുന്നത്. ഇനി ആനോഡിൽ എന്താ സംഭവിച്ചത്? സിങ്ക് എന്തായിട്ട് മാറുക ചെയ്തത്? സിങ്ക് 2+ ആയിട്ട് മാറുക ചെയ്തത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സിങ്ക് ഒരു ബാർ സിങ്ക് 2+, അതായത് സിങ്ക് എന്തായിട്ട് മാറി? സിങ്ക് 2+ ആയിട്ട് മാറി. പിന്നെ നമ്മുടെ സാൾട്ട് ബ്രിഡ്ജ് എന്ത് ചെയ്തു? നമ്മൾ അതേപോലെ വരച്ചു. ഈ കാഥോഡിൽ എന്താ സംഭവിച്ചത്? കോപ്പർ 2+ എന്തായിട്ട് മാറി? കോപ്പർ ആയിട്ട് മാറി. അപ്പോൾ ആദ്യം എന്ത് എഴുതണം? കോപ്പർ 2+ എന്ന് എഴുതണം. പിന്നെ എന്ത് എഴുതാവും? കോപ്പർ എന്ന് എഴുതാം. അത് സിങ്ക് എന്തായിട്ട് മാറി? സിങ്ക് 2+ ആയിട്ട് മാറി. സാൾട്ട് ബ്രിഡ്ജ് കാണിച്ചു. കോപ്പർ 2+ എന്തായിട്ട് മാറി? കോപ്പർ ആയിട്ട് മാറി. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഒരു റെപ്രസെന്റേഷൻ ഓഫ് എ ഡാനിയൽ സെൽ. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ എന്ത്? ഒരു ഡാനിയൽ സെല്ലിന്റെ ആനോഡിലെ റിയാക്ഷൻ, ഇലക്ട്രോഡിന്റെ റിയാക്ഷൻ, കാഥോഡിലെ ഇലക്ട്രോഡിന്റെ റിയാക്ഷൻ, അതേപോലെ തന്നെ അതിന്റെ ഓവറോൾ റിയാക്ഷൻ എഴുതാൻ പറയാം. പിന്നെ എന്ത് ചെയ്യാം? ആ ഒരു സെല്ലിനെ എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാമെന്ന് ചോദിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഈ ഒരു ഡാനിയൽ സെല്ലിൽ വരുന്നതെന്ന് പറയുന്നത്. ഓക്കെ.